ഗ്രാമപഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷം 1446 കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഭവന നിർമ്മാണം നടത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. ഇതിൽ 1243 കുടുംബങ്ങൾ പൊതുവിഭാഗത്തിലുള്ളവരും 203 കുടുംബങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരുമാണ്. 2018 പ്രളയം സാരമായി ബാധിച്ച റാന്നി ബ്ലോക്കിലെ 9 ഗ്രാമപഞ്ചായത്തുകളിലും നമുക്ക് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. റാന്നി ബ്ലോക്കിൽ ഭവനത്തിന് രജിസ്റ്റർ ചെയ്ത എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ബ്ലോക്കിൽ ഗുണഭോക്തൃ സംഗമം നടത്തുകയും പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനം ബഹുമാനപ്പെട്ട റാന്നി MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ അവറുകൾ നിർവഹിക്കുകയുണ്ടായി. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു ബ്ലോക്കായി PMAYGയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നു എന്നത് എടുത്തു പറയത്തക്ക സംഗതിയാണ്. താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. 5 വർഷമായി ഷെഡിൻ്റെ പുതിയ വീടായപ്പം സന്തോഷമായി. ഇനി ബാക്കിയുള്ള പണിയും കൂടെ പൂർത്തീകരിക്കണം. അതിനുള്ള നടപ്പിലാണ്. 2018 മഹാപ്രളയത്തിൽ നിരവധി കുടുംബങ്ങൾക്ക് വീട് നഷ്ടമായി. ബ്ലോക്ക് പരിധിയിലുള്ള 9 ഗ്രാമപഞ്ചായത്തുകളിൽ വാസയോഗ്യമായ വീടില്ലാത്ത നിരവധി പേരുണ്ട്. PMAYG സർവേ നടപടികൾ ഉടൻ ആരംഭിക്കും. അർഹരായ എല്ലാവർക്കും വാസയോഗ്യമായ വീട് ഉറപ്പാക്കുക എന്നതാണ് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. എൻ്റെ പേര് സിബി എന്നാണ്. ഞാൻ വളച്ചേരിക്കര പഞ്ചായത്തിൽ 15-ാം വാർഡിൽ പള്ളിക്കൂരിപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നത്. ഞാൻ 10 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അച്ഛനും അമ്മയും 2 പെൺകുഞ്ഞുങ്ങളും ഭാര്യയുമാണുള്ളത്. ഞങ്ങൾ 10 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നതായിരുന്നു. അപ്പം PMAYG എന്ന പദ്ധതിയിലൂടെ എനിക്ക് വീട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് തന്നു. അത് എല്ലാ സാർമാർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ 4 പേരും കൂടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു മുറിയിലായിരുന്നു ഞങ്ങൾ 4 പേരും താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് PMAYയിൽ നിന്നൊരു വീട് കിട്ടി. അത് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ പണി പൂർത്തിയാക്കി. അതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷം. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. ഞാനൊരു 20 വർഷത്തോളമായി ഒരു വീടിന് വേണ്ടി ഞാനത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ രീതിയിൽ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് എനിക്കെല്ലാ പ്രോത്സാഹനങ്ങളും സാർ തന്നു. സാറിനോട് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. രൂപ ഉണ്ടെങ്കിൽ എൻ്റെ മേക്കൂട്ട് എനിക്കൊന്ന് മാറാനായ സാധിച്ചേനേമായിരുന്നു. അതെനിക്ക് കയ്യിലില്ലായിരുന്നു. പിന്നെ എന്തോ ഭാഗ്യത്തിന് 4 ലക്ഷം രൂപ അനുവദിച്ചു. മെമ്പർ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വിശ്വാസമാണ് കിട്ടത്തില്ലെന്ന് തന്നെ ഞാൻ കരുതിയിരുന്നത്. കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷം. അതുകൊണ്ട് ആ ഒരു കൈനീട്ടം കൊണ്ട് എനിക്ക് ഇത്ര ഇത് നടത്താൻ പറ്റും. ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇത്രയും നടത്താൻ പറ്റുമെന്ന്.